പ്രിയ സുഹൃത്തുക്കളെ, FGR ചർച്ച ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണല്ലോ ഇത്. ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളുമൊക്കെ പ്രതികരിച്ചത് നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. എന്തായാലും ശരി, വലിയ കർക്കശമായ നിയമത്തോടും ചട്ടങ്ങളോടും കൂടി അത് വീണ്ടും കൊണ്ടുവന്നിരിക്കുക. അപ്പം അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലരെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഒന്നാം നമ്പർ ശത്രു ക്രൈസ്തവരാണ്. കൽപ്പപ്പെട്ടു പോകുമെങ്കിലും അങ്ങനെ അവർ കരുതുന്നത്, അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ക്രൈസ്തവരെ ചങ്ങലക്കിടേണ്ടത് ആവശ്യമാണ് എന്നല്ല കരുതുന്നത്. ചില ചാനലുകളിലൊക്കെ പറയുന്ന ഒരു മറയും തുറയില്ലാതെങ്ങ് പറയുമ്പം ഈ കേരളം ഇതുപോലെ വർഗീയമായി പോയല്ലോ എന്ന് സങ്കടപ്പെടുന്ന അനേകരുണ്ട്. ചില ചാനലുകൾ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല. അവരൊക്കെ ഒന്ന് ആത്മചോദന ചെയ്യുന്നത് നല്ലതാണ്. ഈ രാജ്യത്ത് വസിക്കുന്ന മനുഷ്യരാണ് ഈ ക്രൈസ്തവരെ. ഒരു സമൂഹത്തിനെയും ചങ്കിനിട്ട് കുത്താൻ പാടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരിക്കൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രസ്താവിച്ച് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളവർ ക്രൈസ്തവരാണ്. കുറേ ഏക്കറുകളുടെ കോടികളുടെ കണക്കും കൊടുത്തു. അന്നൊരു തമാശയായിട്ടൊക്കെ തോന്നി പലർക്കും. മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു തമാശ, അല്ലെങ്കിൽ ആരെങ്കിലും വിവരക്കേട് കൊണ്ട് എഴുതി പിടിപ്പിച്ചാൽ. അപ്പോൾ അങ്ങനെ ക്രൈസ്തവർ അങ്ങനെയൊക്കെ കരുതി. പക്ഷേ അപ്പം അവിടെ പൊട്ടി പുറപ്പെടുവിച്ച വെറുപ്പിൻ്റെ പിറ്റുവേഷത്തിൻ്റെ ആ വലിയ അഗ്നിയാണ് കത്തിച്ചൊലിച്ച് വന്നുകൊണ്ടിരിക്കും. ഇന്നും അതുകൊണ്ട് ഇവിടെ സാധാരണഗതിയിൽ നല്ലവരാണ്, കുഴപ്പമില്ലാത്തവരാണ്, സൗമ്യരാണെന്ന് കരുതിയ ചില ആളുകൾ ചില ചാനലുകളിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിക്കും കത്തി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എങ്ങനെ ഇത്തരക്കാർക്ക് ബിഷപ്പന്മാരെല്ലാം ഒന്ന് മുഴുവൻ പൂട്ടി. ബിഷപ്പന്മാരാണ് ഈ പണം എല്ലാം കൊണ്ടുവന്നതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിന്തയെന്ന് പറയും. ക്രൈസ്തവരെ ഒതുക്കി. അപ്പം അങ്ങനെ എന്നാ സംഭവിക്കുന്ന ആർത്തട്ടകൾക്ക് സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. FGR ചട്ടഭേദഗതി കൊണ്ടുവന്നപ്പം. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ക്രൈസ്തവർക്ക് ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ, ജനാധിപത്യ ധ്വംസനം രാജ്യത്ത് നടക്കുന്നതിൽ അതിലാശങ്കയുണ്ട്. ജനാധിപത്യ വിരുദ്ധമായ പോക്കിൽ ആശങ്കയുണ്ട്. വളരെ ക്ലിയറായിട്ട് തെളിയിക്കാവുന്നല്ലോ ജനാധിപത്യ വിരുദ്ധമാണ്. എന്നാൽ അത് വേണ്ട വിധത്തിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ക്രൈസ്തവർക്ക് അടിസ്ഥാനപരമായ ഒരാശങ്കയില്ല, ഒട്ടുമേ ഇല്ല. കാരണം വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിന് എന്ത് നിയമം എത്ര കർക്കശമായി കൊണ്ടുവന്നാലും അത് നല്ലത് എന്ന് വിചാരിച്ച് സ്വാഗതം ചെയ്യുന്നവരാണ് ക്രൈസ്തവർ. ക്രൈസ്തവർക്ക് കിട്ടുന്ന ഏത് ഫണ്ടും വളരെ കൃത്യമായ കണക്കോട് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വിഘാതമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ കർശനമായി നേരിടണമെന്ന് തന്നെ ആരുടെ മുമ്പിൽ വാദിക്കുന്നവരാണ് ക്രൈസ്തവരെന്ന് പറയും. ഏതെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ടുണ്ടാക്കും ഉണ്ടല്ലോ. അങ്ങനെ പണ്ട് ഭീകരപ്രവർത്തനങ്ങൾ വിനിയോഗിക്കുന്ന എത്രയോ സംവിധാനങ്ങൾ അതൊക്കെ വാസ്തവത്തിൽ കർക്കശമായി നേരിടേണ്ടത് തന്നെയാണ്. ഇനി അവിടെ ആണോ അവിടെ മുഖ്യ ശ്രദ്ധയെന്നുള്ള അവിടുത്തെ പ്രശ്നം. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത് അവിടെ നെഗറ്റീവായിട്ട് പ്രതിഫലിക്കുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തൽക്കാലത്തേക്ക് പിന്നോക്കം പോയി. അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് അടവാണ്, ഇത് കഴിഞ്ഞ ഉടനെ ഇതും കൊണ്ട് വരും. പക്ഷെ അന്നത്തെ ക്രൈസ്തവ നാമധാരികളായ ഭരിക്കുന്ന പാർട്ടികളിലെ ആൾക്കാർ അയ്യോ ഞങ്ങൾ പറഞ്ഞിട്ടാണത് പിന്നോക്കം വഹിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നതൊക്കെ പറയും. ഇപ്പോൾ അവരെ ആരും കേൾക്കാനുമില്ല, പറയാനുമില്ല. പുതിയ ചട്ടഭേദഗതിയെക്കുറിച്ച് ഒരക്ഷരമേ മിണ്ടുന്നില്ല. അപ്പം അതുകൊണ്ട് സഭ നിലവെടുപ്പ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിലപാട് മാറാനാ കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ചുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും ഫലം കണ്ടില്ല. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. മറ്റ് കാരണങ്ങൾ അന്വേഷിക്കുന്നൊന്നുമില്ല, ഫലം കണ്ടില്ല. അപ്പം അതുകൊണ്ട് ഇനി ഇവരെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അന്ന് ക്രൈസ്തവ പറഞ്ഞെന്താണ് അന്ന് പറയുന്നത്, രജിസ്ട്രേഷൻ പുതുക്കാതിരിക്കുകയോ റദ്ദാക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ ചെയ്താൽ, ഒന്നുകൂടെ പറയാം, രജിസ്ട്രേഷൻ പുതുക്കാതിരിക്കുകയോ റദ്ദാക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ ചെയ്താൽ ഭാഗികമായെങ്കിലും വിദേശഫണ്ട് സ്വീകരിച്ച സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളിലും ഭൂമിയും അടക്കമുള്ള ആസ്തികളും സ്വത്തുക്കളും സർക്കാരിന് പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനും അധികാരമുണ്ടെന്ന
ആ ഫാസിസ്റ്റ് വ്യവസ്ഥയാണ് അന്ന് ക്രൈസ്തവർ ഒബ്ജക്റ്റ് ചെയ്തത്. അത് ഇന്നും ഒബ്ജക്റ്റ് ചെയ്യും. അത് എവിടെയാണ് അധികാരം ഇരിക്കുന്നത്? ഇത് ഏകാധിപത്യ രാജ്യമാണോ അതോ ഫാസിസ്റ്റ് രാജ്യമാണോ? അങ്ങനെ സ്വത്ത് കണ്ടെത്താനാണെങ്കിൽ പിന്നെ എന്താ മറ്റുള്ളവർക്ക് അസ്തിത്വത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? അങ്ങനെയാണ് നൂറ്റാണ്ടുകളായിട്ട് വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന വളരെ എളുപ്പമാണല്ലോ. ഉദാഹരണമായിട്ട് SP കോളേജ്, സ്വാഭാവികമായിട്ട് എൻ്റെ ഓഡിറ്റോറിയം പണിക്കും മറ്റതൊക്കെ കുറച്ച് ഫണ്ട് അവിടെ ഇവിടെ നിന്ന് കിട്ടിക്കാണും. അത് ഭാഗികമായിട്ട് വാങ്ങിച്ചാലും മതി. FCRA ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞ് പുതുക്കുന്നില്ലെങ്കിൽ അത് സർക്കാരിന് ഏറ്റെടുക്കാവുന്നു. SP കോളേജ് ആ നിയമത്തിൻ്റെ ബുക്ക് കണ്ടില്ലേ? ഇത് 2011 മുതൽ 10 തവണയാണ് ഈ ചട്ട ഭേദഗതി ഉണ്ടായിരുന്നു. 10 തവണ, 1-2 പ്രാവശ്യമൊന്നുമല്ല. അതായത് ഭരണഘടന അനുച്ഛേദം 25 അവകാശങ്ങളെ വളഞ്ഞ വഴിയിലൂടെ നിഷേധിക്കുന്ന ആ നിയമങ്ങളെ നിലവിലിരിക്കുന്ന നിയമം കൊണ്ട് തന്നെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അത് പൗരധർമ്മമല്ലേ? ഭരണഘടനയുടെ പരിച്ഛേദം 25 എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള പൗരൻ്റെ ജന്മാവകാശമാണ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ കാണാം, അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കാൻ പോയിട്ട് പ്രോസ്ലൈറ്റൈസേഷൻ വാക്കാണ് ഉപയോഗിച്ചിരിക്കും. മതപരിവർത്തന ശ്രമം ഉണ്ടായാൽ മതി നടപടി എടുക്കാൻ എന്നാ പറഞ്ഞു വെച്ചിരിക്കും. അപ്പോൾ ഈ ഭേദഗതികളൊക്കെ ലക്ഷ്യം വഹിക്കുന്ന ക്രൈസ്തവരെയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് എങ്ങനെയാണ് തെറ്റായി പോകുന്നത്? അല്ല, ഭീകരപ്രവർത്തകരെയൊന്നുമല്ല, ക്രൈസ്തവരെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ളതിന് ഒരു സംശയവും വേണ്ട. അതൊരു മതപരിവർത്തന നിരോധന നിയമം പല സ്ഥാനങ്ങളിൽ എങ്ങനെയാണ് അത് പച്ചയായി ദുരുപയോഗം ചെയ്യുന്നതെന്നുള്ള അനുദിനം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയെല്ലാം മൗനമല്ലേ? മതപരിവർത്തന നിരോധന നിയമം കൊണ്ട് എന്തെല്ലാം സംഭവിച്ചു വടക്കേ ഇന്ത്യയിൽ? വാസ്തവത്തിൽ മതപരിവർത്തന നിരോധനത്തിന് ആവശ്യത്തിനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണ് ഈ പുതിയ നിയമം ഓരോ സംസ്ഥാനത്തും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വിധ്വംസക പ്രവർത്തനങ്ങൾ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ അന്തർദേശീയ വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. വാസ്തവത്തെ ഏറ്റവും കൂടെ FCRA രജിസ്ട്രേഷന് റദ്ദ് ചെയ്ത മദർ തെരേസയുടെ സ്ഥാപനമാണ്. അതറിയാവോ? മദർ തെരേസയുടെ സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ. മദർ തെരേസയുടെ സ്ഥാപനവും അതിൻ്റെ സന്യാസിയുടെ എന്ത് ദ്രോഹമായി രാജ്യത്തിന് ചെയ്ത്? അല്ല, എന്ത് ദ്രോഹമായി ചെയ്തിട്ടുള്ളത്? അവരിതാണ് ഏറ്റവും കൂടുതൽ റദ്ദ് ചെയ്തിട്ടുള്ളത്. ചുമ്മാതെയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശിച്ച് ആദ്യം പോയത് കൽക്കട്ടയിലേക്ക്, മദർ തെരേസ ടൂമ്പിലേക്കാണ് പോയത്. അത് സന്ദേശമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിന്തിച്ച് നോക്ക്. അപ്പോൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ പുറപ്പെടുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ അതറിയിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മൂക്കയറിടുക. പ്രസിദ്ധീകരണങ്ങൾ അത് സർക്കാരിനെ അറിയിക്കണമെന്ന്. തന്നെയല്ല, വല്ല പത്രമാസികയിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാരാംശം വാർഷിക റിപ്പോർട്ട് കാണിക്കണം. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ ലേഖനങ്ങൾ എഴുതേണ്ടി വരും, സാരാംശം ഇതിൻ്റെ റിപ്പോർട്ട് കാണിക്കണമെന്ന്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയിക്കണം. മാധ്യമത്തിൻ്റെ അക്കൗണ്ടുകൾ അറിയിക്കണം. വാർത്തകളോ സംഭവങ്ങളോ സംബന്ധിച്ച ഉള്ളടക്കം അത് നിർമ്മിക്കാനോ സംഭവങ്ങളോ സംബന്ധിച്ച് നിർമ്മിക്കാനോ പ്രക്ഷേപണം ചെയ്യാനോ പാടില്ല. കൃത്യമായ ചേട്ടം കൂച്ചുവലം കാണുമോ? ഇത് ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെ വേണം എന്ന് വേണം കരുതാനായിട്ട്. ആരെയൊക്കെ ഭയപ്പെടുന്നു ഈ പറയുന്ന സർക്കാർ? ഭയപ്പെടേണ്ടവരെ അല്ല ഭയപ്പെടുന്നത്, നന്മ ചെയ്യുന്നവരെ ഭയപ്പെടുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കും ചുഴിഞ്ഞ് ആലോചിക്കേണ്ടതാണ്. ഇപ്പം രജിസ്ട്രേഷൻ പുതുക്കി കിട്ടണമെങ്കിൽ 2 വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ വിദേശ സഹായം ചെലവഴിച്ചിരിക്കണമെന്നുള്ളൊരു ചട്ടം. സാധാരണ ഒരു ചെറിയ സംവിധാനമാണെങ്കിൽ 2 കൊല്ലം കൊണ്ട് 10 ലക്ഷം രൂപ വിദേശ സഹായം ചെലവഴിക്കാനുള്ള പറ്റുമോ? ചിലപ്പം പറ്റാണ്ട് വരും. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ചെറിയ പ്രസ്ഥാനങ്ങൾ സാധിക്കുന്നത് സർക്കാർ നിശ്ചയിച്ച സർക്കാർ നിശ്ചയിച്ച 105 പ്രവൃത്തി പട്ടിക അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുകയുള്ളൂ. 105 പ്രവൃത്തി പട്ടിക അനുസരിച്ചുള്ള മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. അതിനുള്ളിൽ നല്ല ഒന്നാമത്തെ വകുപ്പാണ്. ആധുനിക ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ പ്രശ്നമൊന്നും അതിൽ പെടുകയില്ല. ഇത് സത്യമായിട്ടും വളരെ ക്ലിയറായിട്ട് വരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആദിവാസി മേഖലയിലേക്കാണ്. അവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്ന്
മനസ്സിലായില്ലേ? അവിടെ കോർപ്പറേറ്റ് എൻറ്റിറ്റികൾ അല്ലെങ്കിൽ ഖനന വ്യവസായികൾ അവർ സ്വതന്ത്രമായി ആദിവാസി മേഖലയിലെ ആളുകൾ ഭൂമി എതിരില്ലാതെ അത് കുഴിച്ച് അതിനകത്ത് മുതലെടുത്ത് കൊണ്ടുപോകണം. അതിനെ എതിർക്കാനോ ചോദിക്കാനോ പാടില്ല. സ്റ്റാൻ സ്വാമിയെ ആരിലെ പെടുത്തിയത്? എന്തൊരു ഇവിടുത്തെ ആൾക്കാരും പറഞ്ഞു പിടിപ്പിച്ചില്ലേ? അതേയാണ് വിധ്വംസ പ്രവർത്തനം ചെയ്ത പോലെയാണ് മാവോയിസ്റ്റുകളുടെ കൂടെ കൂടി. വാസ്തവത്തിൽ ആദിവാസി മേഖല പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചതാണ്. അദ്ദേഹത്തിനെ മാവോയിസ്റ്റ് ആശാംസ ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്താക്കി. വയോധീനായ 84 വയസ്സുള്ള ഒരു മനുഷ്യന് പാർക്കിൻസൺസ് ഉണ്ടായിട്ട് അല്പം വെള്ളം കുടിക്കാനുള്ള സ്ട്രോ പോലും കൊടുക്കാനുള്ള മനസ്സ് വരാതെ അദ്ദേഹം മരിച്ചു. ഞാൻ പറയുന്നു, ആ മരണത്തിൻ്റെ തിരിച്ചടി, മരണത്തിൻ്റെ റിയാക്ഷൻ അതിഭയങ്കരമായ രീതിയിൽ ആഞ്ഞടിക്കും. അവിടെ നിസ്സാര കാര്യമൊന്നുമല്ലത്, കടുത്ത അനീതി. അത് തീർച്ചയായിട്ടും ആഞ്ഞടിക്കുന്ന സംശയവും വേണ്ട. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ഒറ്റ നോട്ടത്തിൽ ആദിവാസി മേഖലയിലെ പാവങ്ങൾക്ക് വിദ്യാഭ്യാസവും മറ്റു ശുശ്രൂഷകളും നടത്തുന്നതിന് അതിനെതിരെയാണ് ഈ പരിപാടി എന്നുള്ളതിനെ ആർക്കും അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ലെന്നേ. കൊടുത്താൽ അവർക്ക് അവരുടെ മനുഷ്യത്വത്തെക്കുറിച്ച് അവകാശം കുറേ ബോധ്യമുണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായ പിന്നെ അടിമകളാക്കി കിട്ടുമോ? അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് അടിമകളെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവരുടെ ഭൂമി തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനും പറ്റിയല്ലോ. അതല്ലേ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്ത്, ഇന്ന് മനുഷ്യനെ ഈ ഭയപ്പെടുന്നവരാരെയാണ് ഭയപ്പെടുന്നത്? ജാർഖണ്ഡിൽ 50% അടുത്തവും ക്രിസ്ത്യാനികളായി തീർന്നിരിക്കുന്നു. എന്നാ അതിൻ്റെ കാരണം? ഈ ആദിവാസികൾ അവരാരും ഹിന്ദുക്കളാണെന്ന് അവർ സ്വയം പരിഗണിക്കുന്നില്ല. അതിനതിൻ്റെ കാരണം. അപ്പോൾ അവർക്ക് വളരാനും ഉണരാനും ഉയരാനും പറ്റുന്ന അവസ്ഥ ഇതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെയും വേറൊരു പദം ഉപയോഗിച്ചിരിക്കുന്നതാണ് പ്രോസ്ലിറ്റൈസേഷൻ എന്ന പദം ഉപയോഗിച്ചിരിക്കും. മതപരിവർത്തനം എന്നുള്ളതല്ല. എന്ന് പറഞ്ഞാൽ മതപരിവർത്തന ശ്രമം കൃത്യം നടത്തണമെന്നില്ല. അതായത് ശ്രമങ്ങൾ ഉണ്ടായാൽ മതി, അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ രാജ്യത്തെ മുഴുവൻ രാജ്യങ്ങൾക്ക് മുമ്പ് തലകുണിച്ച് നിർത്തുന്നതാണ് മതപരിവർത്തനം. മറ്റു രാജ്യങ്ങളുടെ മുമ്പിലേ തലകുണിച്ച് നിർത്തുന്നതാണ് നമ്മളെ വളരെ മോശമാക്കുന്ന മതപരിവർത്തനം. അതിൻ്റെ കൂടെ ഇതുകൂടെ വന്നു കഴിഞ്ഞാലോ പാകിസ്ഥാനിലെ മതനിന്ദാ നിയമത്തിൽ നിന്നൊന്നും വ്യത്യസ്തമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവം നടത്തുന്ന എന്തൊരു പരിപാടിയും മതപരിവർത്തന ശ്രമമാക്കി മറ്റു ദൈവജനം പോലും പറയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നമ്മുടെ പുസ്തകത്തിന് 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയാൻ പറ്റുമോ? മതപരിവർത്തന ശ്രമമായിട്ട് വ്യാഖ്യാനിക്കാൻ മേലെ മറ്റൊരുവനും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായിട്ട് വയ്ക്കപ്പെട്ടില്ല എന്നുള്ള വചനമാണ്. അതാരും ഏതൊരു വിശ്വാസം മുഹമ്മദ് സ്വീകരിച്ച് പ്രഘോഷിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അത് മതി. പ്രോസ്ലൈറ്റൈസേഷനായി ശ്രമമായില്ലേ? ഒക്കെ പോക്കം കൊണ്ടാണ്. അതുകൊണ്ട് തിരുവചനം ഉറക്കെ പറയുന്നവരൊക്കെ അഴികുള്ളിലാവും എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അത്രയില്ല, ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെയാണെങ്കിലും ഈ ലൈസൻസ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് മാത്രം നിലനിൽക്കുക. അതിനപ്പുറത്ത് മറ്റു സംസ്ഥാനത്ത് ഇതേ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് വേറെ എടുക്കണം. അപ്പോൾ എന്തെല്ലാം മൂക്കുകയറാണ് കൊണ്ട് ഇട്ടിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. വിദേശ പൗരന്മാരുള്ള സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ നഷ്ടമാകും. വിദേശ പൗരന്മാർക്ക് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കത്തോലിക്ക സന്യാസ സഭകൾക്കൊക്കെ പലതും ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷൻസാണ്. ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷൻസാണ് പലതും. മദർ തെരേസയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനാണ്. അതുപോലെ ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷന് തലപ്പത്തിരിക്കുന്ന ജനാളന്മാരെന്ന് പറയുന്നവരൊരു വിദേശിയായിരിക്കുമല്ലോ. സ്വാഭാവികമായും ഇവിടുത്തെ അവരുടെ ഭരണഘടനയിലും അവരുടെ ആലങ്കാരികമായിട്ട് അവർക്ക് സ്ഥാനം കൊടുത്തുണ്ടാവും. കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആ കണക്ഷൻ നിലനിർത്താൻ വേണ്ടി, ബന്ധം നിലനിർത്താൻ വേണ്ടി അവരാരും ഇങ്ങോട്ട് ഭരിക്കാനൊന്നും വരികയില്ല. എങ്കിൽ പോലും വിദേശി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന FCR നഷ്ടപ്പെടുത്താം, പിൻവലിക്കാം. ഇതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ കറക്റ്റായിട്ട് ക്രൈസ്തവർക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇടപാടാണിത്. അല്ലാതെ മാവോയിസ്റ്റിനെതിരെയോ മറ്റേതെങ്കിലും ഭീകരപ്രസ്ഥാനക്കാർക്കെതിരെയോ ഒന്നും കൊണ്ടുവന്നിരിക്കുന്നതല്ല. ഇവരെന്ത് ഇത്രയും ഭയപ്പെടുന്നത്? സത്യത്തെയല്ലേ ഇവർ ഭയപ്പെടുന്നത്? നീതിയല്ലേ ഭയപ്പെടുന്നത്? ക്രൈസ്തവരെന്ത് ചെയ്യുന്നത്? ഈ ക്രൈസ്തവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്തിട്ടാണ്. പാൽപ്പൊടിയും കൊടുത്തിട്ടാണ് സുപ്രീം കോടതി ജസ്റ്റിസ് വിളിച്ചു പറഞ്ഞത് ജീസസ് ഇസ് മൈ സേവിയർ എന്ന്. ആണോ? ഇന്ത്യൻ സുപ്രീം കോടതി ജസ്റ്റിസ് റിട്ടയർ ചെയ്യാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ്. ആരെന്തെങ്കിലും കൊടുത്തിട്ടാണോ ഇത്? എന്ന് പറഞ്ഞാൽ അവർ കണ്ടെത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജീവിതത്തിൻ്റെ സമാധാനം
യേശുവിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അവരാരും പിന്നോക്കം പോവുകയില്ല. അപ്പോൾ അവരെ നയിക്കുന്ന ആകർഷിക്കുന്ന വ്യക്തിയോ ചിന്തയോ ഒക്കെ അവരിലുണ്ട്. ഗാസ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 12 രാജ്യങ്ങളിൽ യേശുനാമം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ നിയമം നിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനില്ല. ഹമാസിൻ്റെ ഭീകരന്മാരുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ മകനും മകളും യേശുവിൻ്റെ പിൻഗാമികളായി. അവർ ആര് കൊണ്ട് പ്രീണിപ്പിടിച്ചിട്ട് അവരങ്ങനെയായി? ആര് പാൽപ്പടിയും ഗോതമ്പും ആര് പോസ്റ്റലൈസ് ചെയ്തിട്ടാണ്? യേശുനാമം പറയും അന്തരീക്ഷത്തിൽ നല്ലതല്ലും ഒരു സംശയവുമില്ല. ആരെവിടെ നിരോധിച്ചാലും അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും, ആൾക്ക് ദർശനമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എവിടെ ക്രൈസ്തവന്മാർ പീഡിപ്പിക്കപ്പെട്ടോ അവിടെ സഭ വളർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ആശങ്കയില്ല എന്ന് പറയും. അതായത് സഭയെ സംബന്ധിച്ച് ആശങ്കയില്ല, ജനാധിപത്യ ധ്വംസനത്തെ സംബന്ധിച്ച് മാത്രമേ ആശങ്കയുള്ളൂ. സഭയോടെ പീഡിപ്പിച്ചാലും അത് അവിടെ വളരും. കന്തമാലിൽ ഇപ്പോൾ വളരുന്നില്ലേ? എന്തിയേറെ ചെയ്തു അവിടെ? എന്തെല്ലാമാണ് എന്നിട്ട് ആരോപിച്ചത്? അവിടെയുള്ള സ്വാമിയെ ക്രൈസ്തവർ കൊന്നുകളഞ്ഞു, കെട്ടിച്ചമച്ച കേസാക്കി കൊണ്ടുവന്നിട്ട് അതിന് പകരമായിട്ട് അവിടെ ക്രൈസ്തവർ മുഴുവൻ പീഡിപ്പിച്ച് ആയിരക്കണക്കിന് പേരെ, നൂറുകണക്കിന് പേരെ കൊന്നുകളഞ്ഞു, സന്യാസികളെ അധിക്ഷേപിച്ചു. ഇതെല്ലാം കാര്യം നടന്നു. എന്നിട്ട് ഇപ്പോഴോ അതിന് മുമ്പ് നിന്നവർ പലരും നേരെ ക്രിസ്ത്യാനികളായിപ്പോൾ. അതായത് അവരെ പീഡിപ്പിക്കാൻ നിന്നവർ പലരും ഇപ്പം ക്രിസ്തീയ സഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ യേശു എന്ന നാമം മനുഷ്യകുലം എവിടെയുണ്ടോ അവിടെയൊക്കെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന നാമം തന്നെയാണ്. അതല്ലേ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നിരോധിച്ചിട്ടും അവിടെ നിൽക്കാൻ പറ്റും. ചൈനയിൽ ഇപ്പോൾ എന്ത് മാത്രമുണ്ട് ക്രൈസ്തവർ? എന്തുമാത്രമുണ്ട്? ഏറ്റവും കൂടെ പീഡിപ്പിക്കുന്ന നൈജീരിയയിൽ തലയിറക്കം നടത്താം. എന്നിട്ട് അവിടെ സഭ വല്ലതും പുറകോട്ട് പോയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ അന്താരാഷ്ട്ര ഫുട്ബോൾ കോർട്ടിലെ കണ്ടില്ലേ ഈയിടെ ഫുട്ബോൾ കോർട്ടിലെ ആ ടീം അങ്ങനെ ഒന്നിച്ചേർന്ന് അവർ യേശുവിനെ സ്തുതിക്കുന്നത് കണ്ടോ? കളി കഴിഞ്ഞപ്പോൾ കണ്ണു തുറക്കെ കാണാൻ പോകില്ലായിരുന്നു. അത് യേശുവിനെ സ്തുതിക്കുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ഈയിടെ പുതിയ കൊളംബിയൻ പ്രസിഡൻറ്റ് അബലാർഡോ ഡി ലായസ് പ്രിയല്ല എന്ന് പറയുന്ന ആൾ, അബലാർഡോ ഡി ലായസ് പ്രിയല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ കഴിഞ്ഞ ജൂൺ മാസം 27 പറഞ്ഞാണ് വീവ ക്രിസ്തു റെയ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു രാജ്യം ജയിക്കട്ടെ എന്നാണ് പറയും. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി പറയുന്നെന്ന് ഓർക്കണം. കൊളംബിയൻ പ്രസിഡൻറ്റ് ക്രിസ്തു രാജ്യം വാഴട്ടെ എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. പാൽപ്പൊടി കൊടുത്തിട്ടാണോ? നമ്മൾ മനുഷ്യനെ ഈ തെറ്റായ ഭയങ്കരമായ പ്രചരണം നടത്തുന്നുണ്ടല്ലോ പലയിടത്തും. മതപരിവർത്തനം കൊണ്ട് ഒരു ചാനൽ നേരത്തെയൊക്കെ നേരെ പോയിരുന്ന ചാനലുണ്ടായിരുന്നു ഇവിടെ ഭംഗിയായിട്ട്. ഒരു നല്ലൊരു ചെറുപ്പക്കാരനും അതിനൊരു പ്രായമുള്ള ആളും അതൊക്കെ വാർത്തകൾ വിശദീകരിക്കും നന്നായിട്ട്. അത് മുഴുവൻ പക്ക വർഗീയമാക്കി മാറി. എന്തിനാ? വ്യൂവേഴ്സിനെ കൂട്ടാനാണ്. ഈ ഒരു വിഭാഗമുണ്ടല്ലോ അവരുടെ ഇത് കൂട്ടാൻ പറ്റും. എല്ലാ ദിവസവും ഇപ്പം പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നേരത്തെ ഇസ്രായേലിനെ കുറിച്ച് ഒരു നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടി പറയുക, നിങ്ങൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം പ്രവർത്തിച്ചാലും യേശുനാമം നിഷേധിക്കാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ ആ അത്തരങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് അവൻ്റെ കഴിവും ബലവും ഒന്നുമല്ല. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവിക ശക്തിയാണ്. അപ്പോൾ കർശന ജനവിരുദ്ധ നടപടികൾ പ്രാബല്യത്തിലായ ക്രിസ്തീയ സഭയുടെ അഭൂതപൂർണമായ വളർച്ചയായിരിക്കും ഫലം എന്ന കാര്യം ഇങ്ങനെയുള്ള മനസ്സിലാക്കുന്നതല്ല. അത് മനുഷ്യരെ നിയമം കൊണ്ടൊന്നും അടിച്ചമർത്താം എന്ന് കരുതേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ FCR ഇപ്പോൾ ഒത്തിരി ചർച്ച നടക്കുന്നു, എല്ലാ ദിവസങ്ങളും നടക്കുക. എല്ലാവരും പോയിൻ്റ് ചെയ്യുന്ന ക്രിസ്തീയ സഭകൾക്കെതിരായിട്ടാണ്. പോയിൻ്റ് ചെയ്യട്ടെ. പക്ഷേ അടിസ്ഥാനപരമായി സഭയുടെ വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതല്ലാതെ അവിടെ ഒരു തളർച്ചയും വരാൻ പോകുന്നില്ല. ഇതും കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്.